ക്ലാസ്സിലെ എൻ്റെ മുത്തുമണികളെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ മൂൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയില്ലേ? ആ മൂണ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ 65-ാമത്തെ പേജിൽ കിടപ്പുണ്ട്, ആക്ടിവിറ്റി 2 ആയിട്ട്. എന്താ സംഭവം എന്നറിയോ? ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതെങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യാമെന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചാലോ? ചെറിയൊരു ട്രിക്ക് അതിനുണ്ട്. ആ ട്രിക്ക് സാറ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണേ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പോയം ഒന്നുകൂടെ എടുത്ത് വായിക്കലാണ്. എന്നിട്ട് അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വെക്കണം. എന്തൊക്കെയാ? ഇവിടെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരു 1 2 3 4 5 പേര് ഇല്ലേ? ഇവരൊക്കെ കൃത്യമായിട്ട് ഈ ലൈൻസിലൊക്കെ എവിടെയൊക്കെ വരുന്നു എന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ്, വളരെ ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ, കോളം എയിൽ വിത്ത് ദോസ് ഇൻ കോളം ബി, കോളം ബിയിലുള്ളതുമായിട്ട് മാച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ പോയം വളരെ സ്പീഡിലൊന്ന് വായിച്ചു വെക്കാം. എന്നിട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം എവിടേക്കാണ് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. എന്നാൽ നോക്കിക്കോ. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ, ഷീ ഷൈൻസ് ഓൺ thieves ഓൺ ദി garden wall, on streets and fields and harbor keys. The bird is asleep in the forks of the trees. The squalling cat and the squeaking mouse, howling dog by the door of the house. The bat that lies in bed at noon, all love to be out by the light of the moon. But all of the things that belong to the day cuddle to sleep to be out of her way. And flowers and children close their eyes till up in the morning the sun shall arise. നിങ്ങൾ നോട്ട് ചെയ്ത് എവിടേക്കാണ് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. എന്നാൽ നോക്കിക്കോ, ആദ്യത്തെ ആൾ തീഫാണേ. തീഫിനെ കുറിച്ച് എവിടെയാണ് പറയുന്നത്? ഇവിടെ കാണാലോ. യെസ്, എന്താണ്? ഷീ ഷൈൻസ് ഓൺ thieves ഓൺ ദി ഗാർഡൻ വാൾ. അപ്പോൾ തീഫ് എവിടെയാണ് ഉള്ളത്? ഗാർഡൻ വാളിലാണ്. ഇവിടെ നോക്കിയാ, തീവ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ ഗാർഡൻ വാൾ എവിടെയാണ് വരുന്നത് നോക്കിയേ, കാണുന്നുണ്ടോ? 1 2 3 4, നാലാമത്തേൽ അല്ലേ? അപ്പം എന്താണ്, തീവ്സ് എവിടെയാണ് വരുന്നത്? ഗാർഡൻ വാൾ. ഇനി അടുത്തത് ബേർഡ്സ്. ബേർഡ്സിനെ കുറിച്ച് അവർ പറയുന്നത് എവിടെയാ? ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ കീസ് ദ ബേർഡ്സ് കണ്ടെത്തി. ബേർഡീസ് asleep in the forks of the trees. Forks of the trees, മരങ്ങളുടെ ആ കൂർപ്പുകളിലാണുള്ളത്. അപ്പോൾ എവിടെയാ ബേർഡ്സ്? എവിടെയുള്ളത്? ആർ asleep in the forks of the trees. ഇനി അടുത്ത 3 ആൾക്കാരെയും സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇനി ബാറ്റ്. അപ്പോൾ ബാറ്റിനെ കണ്ടുപിടിച്ചോ. സ്കോളിംഗ് കാറ്റ് എന്നാണ് പറയുന്നത്. ബാറ്റ് അല്ല, കാറ്റ് എവിടെ നിന്ന്? സ്ക്വീക്കിംഗ് മൗസ് അല്ല, ബാറ്റ് വേണം. ഹൗളിംഗ് ഡോഗാണ്, ബാറ്റ് വേണം. ഇങ്ങനെ വന്നിട്ട് the bat that lies in bed at noon. അപ്പം ബാറ്റ് എവിടെയുള്ളത്? ബെഡ് അറ്റ് നൂൺ. ബാറ്റ് എവിടെയുള്ളത്? രണ്ടാമത്തേത് ഇതാ നോക്കിയേ, ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ. ഇനി ഡോഗ്. നമ്മൾ ഓൾറെഡി ഡോഗിനെ കണ്ടുപിടിച്ചു. അപ്പോൾ എവിടെയാണ് ഡോഗ് ഉള്ളത്? നോക്കിക്കോ. ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. ഡോഗ് ഹൗസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഹൗസ് എന്ന വാക്ക് ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ? വേർഡ് ഇവിടെ ഉണ്ടല്ലേ. ദ ഡോഗ് ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്. അതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അവസാനത്തെ ആളാ. നമ്മൾ ഇതുവരെയുള്ള എല്ലാം കണ്ടുപിടിച്ച ഒരാളോടെ ബാക്കി ഉണ്ടാവുമല്ലോ. ചിൽഡ്രൻ സ്ലീപ് ടിൽ ദ സൺറൈസസ്. ബാക്കി വന്ന ആളെ നമ്മൾ ചാക്കിലാക്കി. എന്നാ നോക്കിക്കോ, ചിൽഡ്രൻ്റെ കാര്യത്തിൽ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കിക്കോ. ദ ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ് ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ്. കണ്ട, ലൈസ് എവിടെ പോയി? എവിടെ പോയി? സ്ലീപ് ടിൽ ദ സൺറൈസസ്. അങ്ങനെ അതും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. ആ വാക്കുകൾ എവിടെയാണ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പോയം പഠിച്ചിട്ടില്ലെങ്കിലും മാർക്ക് വാങ്ങാനുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഈ ചാനലിൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ മക്കൾ അതിനെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.